1518 ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിൽ ഒരു വിചിത്രമായ പ്ലേഗ് ഉണ്ടായി. ഡാൻസിങ് പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. ജൂലൈ മാസത്തിൽ ഫ്രോട്രോഫിയ എന്നു പേരുള്ളൊരു സ്ത്രീ സ്ട്രാസ്ബർഗിലെ തെരുവിൽ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. മണിക്കൂറുകളോളം അവർ തളർന്ന് വീഴുന്നത് വരെ നൃത്തം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും ഡാൻസ് പുനരാരംഭിച്ചു. അന്നൊരു കാര്യം കൂടി സംഭവിച്ചു. വേറെ ചില ആൾക്കാർ കൂടി ഇവരുടെ ഡാൻസിൽ പങ്കുചേർന്നു. ആഴ്ചയുടെ അവസാനമായപ്പോഴേക്കും 30 പേരാണ് നൃത്തം ചെയ്യാൻ തുടങ്ങിയത്. ആ മാസാവസാനം അത് 400 പേരായി. കൊറിയോമാനിയ എന്ന് പറഞ്ഞ ഈ പ്രതിഭാസം ജൂലൈ പകുതിയോടെ തുടങ്ങിയിട്ട് സെപ്റ്റംബർ വരെ നീണ്ടുപോയി എന്നുള്ളതാണ്. ക്ഷീണം, ബ്ലീഡിങ്, തളർച്ച ഇതൊക്കെ ഉണ്ടായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ തെരുവിലിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം പേര് പക്ഷാഘാതം കൊണ്ടും ഹൃദയാഘാതം കൊണ്ടും ഡീഹൈഡ്രേഷനെ കൊണ്ടൊക്കെ മരിച്ചു വീഴുന്നുണ്ട്. കൃത്യമായൊരു കണക്കിൽ ഇന്നും തർക്കമുണ്ട്. പക്ഷെ കുറേ അധികം പേര് മരിച്ചു വീണു ഈ കൊറിയോമാനിയയിൽ. ഗവൺമെൻറ് ഇത് തടയാൻ വേണ്ടി പല പരിപാടികളും ചെയ്തു നോക്കി. പൊതുസ്ഥലത്ത് പാട്ട് വെക്കാൻ പാടില്ല, ദൈവകോപമുള്ളതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ സംഘടിപ്പിച്ചു. ഇതൊന്നും തന്നെ ഫലം കണ്ടില്ല. ഒടുവിൽ സെപ്റ്റംബർ മാസം ആയപ്പോഴേക്കും ഇത് തനി അങ്ങോട്ട് ശമിക്കുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്. അതിലേറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഇതൊരു മാസ് ഹിസ്റ്റീരിയാണ്, ഒരു പൊതു ഉന്മാദം. സാമൂഹിക അരക്ഷിതാവസ്ഥ, പട്ടിണി, രോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സുകൂടി ശരീരത്തിലേക്ക് വരുന്നൊരു രോഗമാണ്. ഇന്നും ഈ മരണ നൃത്തത്തിന് പിന്നിലുള്ള കൃത്യമായ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഇത്തരമൊരു മരണ നൃത്തമാണ്. ഒരു പെൺകുട്ടി ബർത്ത്ഡേ പാർട്ടിക്കൊന്ന് ഡാൻസ് ചെയ്യുന്നു. അവൾ വിചിത്രമായൊരു ആവശ്യം പറയുന്നു. ആ വിരുന്നുമേശയിൽ വന്നിരുന്ന് ഉണ്ടവരെല്ലാം ഒരു ഉന്മാദത്തിലേക്ക് കയറിപ്പോവാണ്. അവർ കാണുന്നില്ല ഒരു മനുഷ്യൻ്റെ തല വെട്ടിയാണ് വിരുന്നുമേശ കൊണ്ടുവരുന്നത്. ഇറ്റ് ജസ്റ്റ് ബിക്കം എൻ എൻ്റർടൈൻമെൻറ്റ്. അവരറിയുന്നു പോലുമില്ല. ഒരു മാസ് ഹിസ്റ്റീരിയ. റോമക്കാരുടെ സമയത്ത് കൊളോസിയത്തിൽ നടന്ന ഗ്ലാഡിയേറ്റർ ഗെയിംസ് അതല്ലേ? ഹിറ്റ്ലറിൻ്റെ സമയത്ത് ഗ്യാസ് ചേംബറിൽ കൊല്ലപ്പെട്ട മില്യൻസ് അതല്ലേ? ഇന്നും എന്താ സംഭവിക്കുന്നത്? ഇന്നും ഉന്മാദ നൃത്തമാണ് നടക്കുന്നത്. അവിടെ ഇവിടങ്ങളിൽ നടക്കുന്ന യുദ്ധവും അഭയാർത്ഥികളുടെ മരണവും ഒരു ഉന്മാദ നൃത്തത്തിൻ്റെ, ഒരു ഡാൻസിങ് പ്ലേഗിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ?